ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഒരു വ്ളോഗിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പന്തിരങ്കാവ് വരെ ഒന്ന് പോകാനുണ്ട്, സപ്ലൈക്കോലൊക്കെ ഒന്ന് പോകാനുണ്ട്, പിന്നെ അക്ഷയയിലും പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും മോളും കൂടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പേ അവിടെ തേജുവിൻ്റെ കുറച്ച് ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് പൂച്ചെങ്ങാനും കയറിയിട്ട് എടുത്താലോ എന്നുള്ള രീതിക്ക് അതെടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ തേജു. ഇത് എന്ത് ഫിഷാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഫൈറ്റർ ഫിഷാണ്. രണ്ടും ബ്ലൂ റെഡ് ഒരുമിച്ചിട്ടപ്പം റെഡ് ബ്ലൂവിനെ കൊണ്ടുവയ്ക്കും. അപ്പോൾ കൊത്തുണ്ട്, അപ്പോൾ വേറെ വെള്ളം മാറ്റിയിട്ടിട്ട് കൊണ്ടുവരും. തേജല നമ്മളെവിടെ പോണേ പറഞ്ഞു കൊടുക്ക്. നന്നായി. എവിടെ പോണേ? അക്ഷയയില്. പിന്നെ സപ്ലൈക്കോലും പോണം അല്ലേ? അപ്പം മീനിന്റെ ഫോട്ടോ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. തേജുവിന്റെ ആണ് ഇപ്പൊ കാണിച്ച ഫൈറ്റർ. അപ്പം അതിന്റെ വെള്ളമൊക്കെ മാറ്റാനായിട്ടുണ്ട്. അപ്പം നോക്കാൻ ഇവിടെ ആരുമില്ല. പിന്നാണെന്ന് വെച്ചാൽ അത് ജോഡിയാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്, പക്ഷെ അത് ജോഡിയാവുന്നില്ല. അപ്പോൾ ഈ ഫൈറ്റർ ഫിഷിനെ എങ്ങനെയാ ജോഡിയാക്കുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ വളർത്തുന്ന ഒരു കുറച്ച് ഗപ്പികളുണ്ട്, അതിനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു കൊടുക്ക്. ഇതാണ് നമ്മളെ ഗപ്പി കേട്ടോ. ഇത് രണ്ട് ഫുള്ളും മീറ്റർ വളർത്തുന്നത്. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ പറഞ്ഞു കൊടുക്ക്. ഇത് ഞങ്ങൾ കനീൻ്റെ ആയിരുന്നും പിന്നെ കുറച്ച് കിണറിനൊക്കെ പിടിച്ചു വന്നതാണ്. ഫുള്ള് മീനൊക്കെ. മീനിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്ക്. നമുക്കറിയില്ല കേട്ടോ മീനിന്റെ പേരൊന്നും. ഷാരിവാലും ഉണ്ട്, ഗപ്പിയും ഉണ്ട്, ചുതാർവാലും ഉണ്ട്. ഏത്? ചന്ദ്രവനോ? ചുതാർവാല്. ആരാ? ആ മീനിന്റെ വാല് ചുതാർവാല്. ചുരിദാറല്ല, സാരിവാലേ. ഷാരിവാലും ഉണ്ട്, ഗപ്പിയും ഉണ്ട്. അപ്പൊ ചുതാർവാലൊക്കെ ഉണ്ട്. ചുരിദാർവാലില്ല, സാരിവാലനാ ഉള്ളത്. ഷാരിവാലും പിന്നെ നമ്മളെ ഗപ്പിയും ഉണ്ട്. അപ്പൊ അതിനൊന്ന് കാണിച്ചു തരാനായിട്ട് പോവാം. കുറച്ച് ശംഖൊക്കെ ഇട്ട് കൊടുത്തിട്ട്. ശംഖ എവിടുന്ന് കൊണ്ടുവന്നാ? ശംഖ് നമ്മുടെ അമ്മേന്റെ വീട്ടിൽ നിന്ന് പറക്കി കൊണ്ടുവന്നാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ, പോവാ. അപ്പൊ പന്തിരങ്ങാവ് എത്തിയിട്ട് കാണാം. അപ്പൊ നമുക്ക് പന്തിരങ്ങാവ് എത്തിയിട്ട് കാണാട്ടാ. അങ്ങനെ ആദ്യം തന്നെ ഇവിടെ അടുത്തുള്ള ഒരു അക്ഷയയിലാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും സെറ്റായില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങിട്ടോ. ചുമ്മാ പോയ പോലെ ആയി. അക്ഷയയിൽ പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. അമ്മേൻ്റെ എന്തോ ഫോം എന്തോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണ് പോയത്. അപ്പം അത് നടന്നില്ല. പിന്നെ നമുക്കിനി ഒന്ന് പഞ്ചായത്തിലും കൂടെ പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു എന്തോ കാര്യം ചോദിക്കാനാണ്. അപ്പം പോയി. അപ്പോൾ അവിടെ നിന്നും ഒന്നും സെറ്റായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ. അവിടെ എന്തൊക്കെയാ പച്ചക്കറി, എന്തൊക്കെയാ മധുരക്കിഴങ്ങ്, പൂള, പിന്നെ എന്താ പറയുക മാങ്ങ, ചേമ്പ്, അങ്ങനെ എന്തൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. എന്താ വാങ്ങാൻ പോണേ? മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങിന്റെ ഇംഗ്ലീഷ്? ഓക്കെ, ഗുഡ് ഗേൾ. എന്തൊക്കെ ഉള്ളത് പറയും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചേമ്പ് വാങ്ങിയിട്ടോ. ചേമ്പിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ ഇതിന് മുമ്പ് ചേമ്പ് കഞ്ഞി ഉണ്ടാക്കിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ കുറച്ച് മധുരക്കിഴങ്ങും കൂടെ വാങ്ങിയിട്ടോ. വലുതാല്ലേ മധുരക്കിഴങ്ങ്? വെളുത്തുള്ളി ഉണ്ടല്ലോ അല്ലേ? വേണ്ട, ക്യാരറ്റ് വേണ്ട.
എന്തൊക്കെ വാങ്ങിയേ? ഓക്കെ, ഇനി പോവാം. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചിട്ട് ഇനി നേരെ നമുക്ക് സപ്ലൈക്കോലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ എന്താവും അവസ്ഥ എന്നറിയില്ല. അപ്പം പോകുന്ന വഴിക്ക് തേജുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ളൊരു ബേക്കറിയും കൂൾ ബാറും രണ്ടും കൂടെ കൂടിയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ആദ്യം കയറിയത്. സലാഡ് വേണം. വേറെന്താ വേണ്ടത്? ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് വാനില, മാംഗോ, പിസ്ത. ഏതാ വേണ്ടത്? സലാഡും പിസ്തയും. പിസ്ത വേണ്ടേ? ഞാൻ വാനില കേട്ടോ പറഞ്ഞത്. വാനില അമ്മ എടുത്തോ. എനിക്ക് ഫ്രൂട്ട് സലാഡും വേണം, പിസ്തയും വേണം. അവിടേക്ക് നോക്ക്, ആ ചില്ലുകൂട്ടിൽ നോക്ക്. കേക്ക് ഉണ്ടോ? ബർത്ത്ഡേക്കൊന്നും വാങ്ങൂല. ബർത്ത്ഡേക്ക് പിന്നെ കേക്ക് ഒന്നും വാങ്ങണ്ട. എന്റെ ബർത്ത്ഡേക്ക് ഇല്ല, വാങ്ങുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. അമ്മയ്ക്കും ചായ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചായ മാത്രമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എൻ്റെ സാധനം വന്നു. ആ ഫ്രൂട്ട് സലാഡ് അങ്ങോട്ട് എടുത്ത് നീക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഫുൾ ചായ എൻ്റെ മേലെ ചിന്തിട്ടോ. എൻ്റെ വൈറ്റ് ഡ്രസ്സുമായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഉണ്ട്, സൂപ്പറാ. എന്തൊക്കെയുള്ള അങ്ങനെ ഫ്രൂട്ട് സലാഡും ചായയൊക്കെ കഴിച്ച് പിന്നെ തേജുവിന് പിസ്ത വേണമെന്ന് പറഞ്ഞപ്പോൾ പിസ്തയാണ് കേട്ടോ വാങ്ങിച്ചത്. ബേക്കറിയിൽ വേറെ എന്തൊക്കെയോ സാധനം വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മൈൻഡ് മാറ്റി കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ തട്ടിമറിച്ച ചായ കാരണം അവരുടെ ചെയർ ഫുള്ള് കംപ്ലീറ്റ് നനഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധമൊക്കെ തോന്നി തുടയ്ക്കുന്ന കണ്ടപ്പോൾ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്കാണ് വന്നത്. സൂപ്പർ മാർക്കറ്റ് മീൻസ് സപ്ലൈക്കോ ആണ് കേട്ടോ അത്. അപ്പം അവിടെ ആണെങ്കിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, ഇത് കംപ്ലൈൻറ്റ് കൊടുക്കാനാണോ, സപ്ലൈക്കോക്കാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി വന്നു കേട്ടോ. വെറുതെ പോയി വന്ന പോലെ ആയിപ്പോയി. ഒരു കാര്യവും നടന്നില്ല. ഡ്രസ്സിലാണെങ്കിൽ ചായയും തൂത്ത് ചുമ്മാ പോയ പോലെയായി. സപ്ലൈക്കോ പോയി അവിടെ പൂട്ടി. അങ്ങനെ ഒരു കാര്യം റെഡി ആയില്ല. ഹായ് ഗൈസ്, നമ്മൾ പോയിട്ട് വന്ന് അവിടെ ഒറ്റൊന്നും സാധനമില്ല. പിന്നെ പിസ്ത കിട്ടിയില്ലെങ്കിൽ പോയിട്ട് അതെങ്കിലും ഒരു കാര്യമില്ല. നമ്മളത് വാങ്ങാൻ പോയതല്ല അവിടെ വരെ. കോഴിമുട്ടയുടെ കാര്യമില്ല. എൻ്റെ ഡ്രസ്സിലൊക്കെ ചായയായി. ചായക്കറ പോവോ ആവോ. അത് കാണിക്കുന്നു വേണ്ട. അത് തേജലിൻ്റെ കലാവിരുദ്ധ ഉണ്ടോ ബാക്കിൽ ഉള്ളവള് വരച്ചിട്ടാണ്. അനിയൻ പറഞ്ഞാരാ? ഏട്ടനാ? അനിയൻ പറഞ്ഞ ഏട്ടനാ? മാമീന്റെ മോനല്ലേ? മാമീന്റെ മോനും ഞാനും കൂടി വച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തിൻ്റെ പകുതി പോയി കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വേറൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.